വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്റാർട്ടിക്ക എന്ന് പറയുന്ന വൻകരയെ കുറിച്ചാണ്. വളരെ ചെറിയ വൻകരയാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനും ഉള്ളൂ. ഇന്നത്തോടുകൂടി വൻകരകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് തീരാണ് കേട്ടോ. അപ്പൊ വൻകരകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പ്ലേലിസ്റ്റിൽ വേൾഡ് ജോഗ്രഫിയില് വൻകരകളും അതുപോലെ തന്നെ സമുദ്രങ്ങളും ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. അന്റാർട്ടിക്ക അല്ലെ. എന്താണ് അന്റാർട്ടിക്കയുടെ പ്രത്യേകത? ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നാണ് അന്റാർട്ടിക്കയെ വിളിക്കണത്. അപ്പൊ ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്ന് വിളിക്കുന്ന വൻകരയാണ് ഏത്? അന്റാർട്ടിക്ക. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം കൂടിയാണിത്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. വലിപ്പത്തില് 5ാം സ്ഥാനത്തുള്ള വൻകര. അപ്പൊ വലിപ്പത്തിൽ 5ാം സ്ഥാനത്തുള്ള വൻകരയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്ന് അറിയപ്പെടുന്നു. ഏറ്റവും തണുപ്പേറിയതും വരണ്ടതുമായ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നതും അന്റാർട്ടിക്കയാണ്. ഏറ്റവും തണുപ്പേറിയതും വരണ്ടതുമായിട്ടുള്ള ഭൂഖണ്ഡവും ഏതാണ്? അന്റാർട്ടിക്കയാണ്. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? അന്റാർട്ടിക്കയിലാണ്. അപ്പൊ ഭൂമിയുടെ ദക്ഷിണ ധ്രുവം സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡവും ഏത് തന്നെയാണ്? അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്കയെ രാജ്യങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡമെന്നും വെളുത്ത ഭൂഖണ്ഡമെന്നും മരുഭൂഖണ്ഡമെന്നും വിളിക്കുന്നു. അപ്പൊ രാജ്യങ്ങളില്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക, മരുഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക, വെളുത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക, തണുപ്പേറിയതും വരണ്ടതുമായിട്ടുള്ള ഭൂഖണ്ഡമാണ് ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്ന് വിളിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം കൂടിയാണ്. അങ്ങനെ കുറേ അധികം വിശേഷണങ്ങൾ ഏതിനുണ്ട്? അന്റാർട്ടിക്കയ്ക്ക് ഉണ്ട് അല്ലെ. ഇനി സ്ഥിരമായിട്ടൊരു മനുഷ്യവാസം എവിടെ ഇല്ല? അന്റാർട്ടിക്കയിൽ ഇല്ല. അപ്പൊ സ്ഥിരമായി മനുഷ്യവാസം ഇല്ലാത്ത ഭൂഖണ്ഡമാണ് ഇത്. അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെ കണ്ടെത്തിയത് 1820-ലാണ്. അപ്പൊ 1820-ലാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെ കണ്ടെത്തിയത്. ആദ്യമായിട്ട് ഈ ഭൂഖണ്ഡത്തിൽ എത്തിയത് ആരാണ്? ജോൺ ഡേവിസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിൽ എത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? സർ ജോൺ ഡേവിസ് ആണ് ആദ്യമായിട്ട് അവിടെ എത്തിയത്. ഇനി അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ തടാകത്തിന്റെ പേര് വോസ്തോക്ക് തടാകം എന്നാണ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ തടാകത്തിന്റെ പേരെന്താണ്? വോസ്തോക്ക് തടാകം എന്നാണ്. അന്റാർട്ടിക്കയിലെ ഏക സജീവ അഗ്നിപർവ്വതത്തിന്റെ പേര് മൗണ്ട് എറിബസ് എന്നാണ്. അന്റാർട്ടിക്കയിലെ ഏക സജീവ അഗ്നിപർവ്വതത്തിന്റെ പേരെന്താണ്? മൗണ്ട് എറിബസ് എന്നാണ്. അതുപോലെ അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി വിൻസെന്റ് മാസിഫ് ആണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വിൻസെന്റ് മാസിഫ്, അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇനി ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്നത് ഏത് വൻകരയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്റാർട്ടിക്കയിലാണ്. ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന വൻകര ഏതാണ്? അന്റാർട്ടിക്കയാണ്. അതുപോലെ ഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായ -89.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിട്ടുള്ള അന്റാർട്ടിക്കയിലെ പ്രദേശമാണ് വോസ്തോക്ക് സ്റ്റേഷൻ. ഏതാണ്? വോസ്തോക്ക് സ്റ്റേഷൻ. അപ്പൊ ഭൂമിയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് -89.2 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്റാർട്ടിക്കയിലെ വോസ്തോക്ക് സ്റ്റേഷനിലാണ്. ഇനി കാവിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. എന്താണ് കാവിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ? അന്റാർട്ടിക്കയില് മഞ്ഞുമലകൾ രൂപം കൊള്ളുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് കാവിംഗ്. എന്താണ്? കാവിംഗ്. അന്റാർട്ടിക്കയിൽ മഞ്ഞുമലകൾ രൂപം കൊള്ളുന്ന പ്രോസസ്സിന്. അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും അന്റാർട്ടിക്കയാണ് അത്രേ. ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഏതാണ്? അന്റാർട്ടിക്കയാണ്. ഇനി അടുത്തത്, ലോകത്തിൽ എത്രമാത്രം ശുദ്ധജലം ഉണ്ടോ ആ ശുദ്ധജലത്തിന്റെ 70% എവിടെയാണ്? അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളിലാണ് കാണപ്പെടുന്നത്. ലോകത്തിലെ ശുദ്ധജലത്തിന്റെ ഏകദേശം, ലോകത്തിലെയാണ് കേട്ടോ പറയണേ, ശുദ്ധജലത്തിന്റെ 70% സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളിലാണ്. അതുപോലെ അമുണ്ട്സെൻ സ്കോട്ട് സൗത്ത് പോൾ സ്റ്റേഷൻ എന്ന പര്യവേക്ഷണ കേന്ദ്രം അന്റാർട്ടിക്കയിലെ ഒരു രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്.
സ്ഥാപിച്ചിട്ടുണ്ട്. ഏത് രാജ്യമാണ് അങ്ങനെ ഒരു പര്യവേക്ഷണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്? അമേരിക്കയാണ്. അപ്പൊ അമേരിക്ക അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച പര്യവേക്ഷണ കേന്ദ്രത്തിന്റെ പേര് അമുണ്ട്സെൻ സ്കോട്ട് സൗത്ത് പോൾ സ്റ്റേഷൻ എന്നാണ്. അമുണ്ട്സെൻ സ്കോട്ട് സൗത്ത് പോൾ സ്റ്റേഷൻ അമേരിക്ക അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച പര്യവേക്ഷണ കേന്ദ്രമാണെന്നും ഓർക്കണം. ഇനി അന്റാർട്ടിക്കയില് സാധാരണയായിട്ട് കാണപ്പെടുന്ന പക്ഷിയാണ് ഏത്? പെൻഗ്വിൻ. ഏതാണ്? പെൻഗ്വിനെയാണ് ഇവിടെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അന്റാർട്ടിക്കയുടെ ചുറ്റും വിശാലമായിട്ടുള്ള ഒരു സമുദ്രവും കാണുന്നുണ്ട്. ആ സമുദ്രത്തിന്റെ പേര് സതേൺ ഓഷ്യൻ എന്നാണ്. അപ്പൊ സതേൺ ഓഷ്യൻ അന്റാർട്ടിക്കയുടെ ചുറ്റും കാണപ്പെടുന്ന സമുദ്രമാണ് എന്ന് മനസ്സിലാക്കണം. ഇന്ത്യക്ക് അന്റാർട്ടിക്കയില് പര്യവേക്ഷണ കേന്ദ്രങ്ങളുണ്ട്. ഇന്ത്യയുടെ അന്റാർട്ടിക്കൻ പര്യവേക്ഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി തുടങ്ങിയവ. ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി തുടങ്ങിയവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ പര്യവേക്ഷണ കേന്ദ്രങ്ങളാണ്. ഇനി ഈ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ ഏക തപാൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതും അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രിയിലാണ്. പോസ്റ്റൽ സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ ഏക തപാൽ ഓഫീസ് എവിടെയാണ്? അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രിയിലാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി 3 പര്യവേഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ അവിടെയുള്ളത്. ആ മൈത്രി സ്റ്റേഷനിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജലം ശേഖരിക്കുന്നത് അന്റാർട്ടിക്കയിലെ പ്രിയദർശിനി തടാകത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ്? പ്രിയദർശിനി എന്ന് പറയുന്ന തടാകത്തിൽ നിന്നാണ്. ഇനി ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി 3 മൈത്രി സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന പ്രദേശത്തിന് വിളിക്കുന്ന പേര് ഷിർമാർക്കർ ഒയാസിസ് എന്നാണ്. അപ്പൊ ഷിർമാർക്കർ ഒയാസിസ് മൈത്രി സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന പ്രദേശമാണ്. മൈത്രി അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പര്യവേക്ഷണ കേന്ദ്രമാണ്. മൈത്രി മാത്രമല്ല, ദക്ഷിണ ഗംഗോത്രിയും ഭാരതിയും കൂടിയുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഒരു വൻകരയെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇന്നത്തോടു കൂടി നമ്മുടെ വൻകരകൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. ക്ലാസ്സുകൾ ഇന്നത്തോടു കൂടി എല്ലാ ക്ലാസ്സുകളും നമ്മൾ വൻകരകളുടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. വേൾഡ് ജോഗ്രഫിയിൽ നമ്മുടെ കോണ്ടിനൻസും അതുപോലെ തന്നെ സമുദ്രങ്ങളും കണ്ടു പഠിക്കാം കേട്ടോ. ക്ലാസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ വളരെ നല്ലൊരു പുതിയ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.